നമ്മുടെ ക്രൂസിങ്ങിനെ കണ്ടോ? ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോവാണ്. പിന്നെ വേറൊരു അമ്പലത്തിലും പോവാറുണ്ട്. ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്പലപ്പുഴ പോകും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പ്രാവ് ചത്ത് കിടക്കുന്നോ? ഇതാണ് പാതിരംകുളങ്ങര ദേവീക്ഷേത്രം. ഹരിപ്പാടുള്ള ഒരു അമ്പലമാണ്. ഞങ്ങൾ മിക്കവാറും സമയങ്ങളിൽ ഇവിടെ വരാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മനസ്സിനൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ദേവിയോട് പറയാറുണ്ട്. ദേവി അതിനൊരു പരിഹാരം കണ്ട് തരാറുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തോടെ എപ്പോഴും ഞങ്ങൾ ഇവിടെ വരും. ഇത് അവിടുത്തെ അമ്പലക്കുളമാണ്. പിള്ളേർ അവിടെ ഇറങ്ങി ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പം ഞാനും അങ്ങോട്ട് പോയി ഒന്ന് നോക്കി. നിറയെ മീനുകളുണ്ടായിരുന്നു. ഇവിടം തൊഴുത് കഴിഞ്ഞു. ഇനി അമ്പലപ്പുഴ പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ വളരെ രസമായിരുന്നു. ആലപ്പുഴ ജില്ലയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട് അല്ലേ? ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പണ്ടത്തെ ഓർമ്മയാണ് വരുന്നത്. നോർത്തിലായിരുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളം മൊത്തം ചുറ്റിക്കറങ്ങണമെന്നായിരുന്നു. തേപ്പോട്ടി ഓഫ് ആക്കിയായിരുന്നല്ലോ അല്ലേ? ഉറപ്പാണോ? ഗ്യാസ് ഓഫ് ആണല്ലോ അല്ലേ? ഗ്യാസ് ഓഫ് ആണല്ലോ അല്ലേ കല? ഞാൻ നോക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ഞങ്ങൾ പിന്നെ പോയി പാർക്കിംഗ് ഒക്കെ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ പാൽപ്പായസം മേടിക്കാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാൽപ്പായസം ഒന്നും കിട്ടിയില്ല കേട്ടോ. ഉത്സവം ആയതുകൊണ്ട് അത് നേരത്തെ തന്നെ തീർന്നു പോയി. അപ്പം ഞങ്ങൾ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ അമ്പലത്തിലോട്ട് പോയി. ഇവിടെ പുറം വശം കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ഗുരുവായൂരിൻ്റെ ഒരു വൈബാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പം അവിടെ നിറയെ ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കുറേ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്യൂ നിന്നു തൊഴാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂ ഉണ്ടായിരുന്നേ. ഉത്സവം കാരണം നല്ല തിരക്കായിരുന്നു. ഓവറോൾ ഭയങ്കര ഒരു എന്താ പറയുക, ചുറ്റും ആളായിരുന്നു. എൻ്റെ കുഞ്ഞപ്പന് ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് ആൾക്കാരുള്ള സ്ഥലങ്ങളൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ അവൻ ഫുള്ള് അലമ്പ് മൂടായിരുന്നു ഇവിടെ വന്നേ. പിന്നെ ഞങ്ങളൊരു ചോറൂണൊക്കെ നടത്താമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒത്തിരി തിരക്ക് കാരണം ഒന്നും നടന്നില്ല. പിന്നെ ഫൈനലി ഞങ്ങൾ വെണ്ണയും പഴവും വാങ്ങി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വാങ്ങണ്ടേ. എന്നിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റുള്ള വെണ്ണയായിരുന്നു. ഋതുക്കുട്ടൻ ചൂട് കാരണം ഒരു രക്ഷയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ചേട്ടന്മാർ അവനെ ഒന്ന് ശാന്തമാക്കാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അങ്ങനെ ഒന്നും ശാന്തമാവണമെന്നല്ല. ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഋതുക്കുട്ടൻ ഒന്ന് ശാന്തമായത്, വീണ്ടും ഹാപ്പി മോഡിലായത്. ഞങ്ങൾ അമ്പലത്തിൽ പോയാൽ ഞങ്ങൾക്ക് അതൊരു ട്രിപ്പ് പോലെ തന്നെയാണ് കേട്ടോ. അടിച്ചു പൊളിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പോയാലൊന്നും നടന്നില്ല. പാൽപ്പായസവും കിട്ടിയില്ല, ഉണ്ണിയപ്പവും കിട്ടിയില്ല. അതെ, ചോറൂണും നടന്നില്ല. ചോറൂണ് നടന്ന നമ്മളത് അല്ല നമ്മള് ചുമ്മാ അങ്ങ് പോയതാണ്. ഉത്സവം കാരണമാണ്. ഉത്സവം നടക്കുന്നുണ്ട്. അമ്പലപ്പുഴ മെയിൻ ഉദ്ദേശിച്ച് ഞാനും പായസം അങ്ങനെ തന്നെയാണ്. അതെ, പായസമായിരുന്നു മെയിൻ. പക്ഷെ പായസം കിട്ടിയില്ല. 1 മണിക്ക് ഇതാന്ന് പറഞ്ഞു. എല്ലാം പുറത്തെ എല്ലാ പൂജയും കഴിഞ്ഞ ഉത്സവനിക്ക് പാനകം അവരൊന്നും കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും ജ്യൂസ് കുടിക്കായിരുന്നു വഴിന്ന്. ജ്യൂസ് കുടിച്ചിട്ട് പോരുന്നല്ലേ, വയറ് കത്തുന്നു. ആശാൻ ഉറങ്ങി. ഇവന് മനസ്സിലായി കറക്കാൻ അമ്മയുടെ നിക്കാൻ പോണില്ല. ഇവരുടെ കറക്കം നിക്കാൻ വന്നില്ല, ഞാനൊന്ന് ഉറങ്ങിയേക്കാന്ന്.